ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ. മുൻ ധനമന്ത്രി തോമസ് ഐസക് പതിവ് പോലെ വലിയൊരു വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയെ അമേരിക്ക വിഴുങ്ങാൻ പോകുന്നു, മോദിക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിലാപം. കേട്ടാൽ തോന്നും ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തകരാൻ പോവുകയാണെന്ന്. എന്നാൽ സത്യം എന്താണ്? മോദിക്ക് എവിടെ എപ്പോൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അറിയാം. അത് ലോകം അംഗീകരിച്ചതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഐസക്കിന്റെ ഈ ഭയത്തെയും മോദിയുടെ മാസ്റ്റർ പ്ലാനിനെയും കുറിച്ച് സംസാരിക്കാം. ഐസക്കിന്റെ വലിയ പരാതി എന്താണെന്നറിയോ? മോദി ട്രംപുമായി കരാർ ഉണ്ടാക്കിയപ്പോൾ പാർലമെന്റിനോട് ചോദിച്ചില്ല എന്ന്. സാറേ, മോദി ഭരിക്കുന്നത് ഒരു പഞ്ചായത്ത് വാർഡല്ല, 140 കോടി ജനങ്ങളുള്ള ഒരു വൻ ശക്തിയാണ്. ലോകത്തെ ഏറ്റവും വലിയ 2 നേതാക്കൾ സംസാരിക്കുമ്പോൾ അവിടെ മിനിറ്റ് വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. ഭരണഘടനയിൽ ഇതിന് അനുവാദം വേണ്ടെന്ന് ഐസക്കിന് തന്നെ അറിയാം. പിന്നെ എന്തിനാണ് ഈ ബഹളം? അത് വെറും ചൊറിച്ചൽ മാത്രമാണ്. ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നേതാവായി മോദി വളരുന്നത് കാണുമ്പോഴുള്ള അസൂയ. ഐസക് പറയുന്നത് പോലെ ഞാനും എന്റെ ഫ്രണ്ട് ട്രംപും എന്ന് പറയാൻ മോദിക്ക് കഴിയുന്നത് രാജ്യത്തിന് അഭിമാനമാണ്. നിങ്ങളുടെ നേതാക്കൾക്ക് കിം ജോങ് ഉന്നിനെ അല്ലാതെ ലോകത്ത് ആരെയാണ് ഒരു സുഹൃത്തായി വിളിക്കാൻ പറ്റുക? അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് കുറയ്ക്കുന്നു എന്നതാണ് അടുത്ത നിലവിൽ. ഐസക് സാറേ, ഇക്കണോമിക്സ് പഠിച്ച ഒരാളല്ലേ നിങ്ങൾ? വിപണി തുറന്നു കൊടുക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ലാഭം എന്താണ്? 25% നിന്ന് 18% ട്രംപ് ടാക്സ് കുറയ്ക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അത് വൻ അവസരമല്ലേ? സീറോ ടാക്സ് എന്ന് കേൾക്കുമ്പോൾ ഐസക്കിന് പേടിയാണ്. കാരണം കേരളത്തിൽ എന്തിനും ഏതിനും നികുതി അടിച്ചേൽപ്പിച്ച് ശീലിച്ച ഒരാൾക്ക് സീറോ എന്ന വാക്ക് കേട്ടാൽ തല കറങ്ങും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ വരുമ്പോൾ മത്സരം കൂടും, സാധനങ്ങൾക്ക് വില കുറയും. അത് സാധാരണക്കാരന് നല്ലതല്ലേ? അതോ എല്ലാവരും കിഫ്ബിക്ക് നികുതി കൊടുത്തു നശിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതാണ് ഏറ്റവും വലിയ തമാശ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി വെനസ്വേലയിൽ നിന്ന് വാങ്ങിയാൽ വിലക്കയറ്റം ഉണ്ടാകുമെന്ന് ഐസക് പറയുന്നു. മോദിക്ക് റഷ്യയോട് സ്നേഹമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? യുക്രൈൻ യുദ്ധ സമയത്ത് അമേരിക്കയെ നോക്കി പോയി പണി നോക്കുക എന്ന് പറഞ്ഞ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയ ധൈര്യമാണ് മോദി. ഇപ്പോൾ വെനസ്വേലയുമായി കരാർ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എണ്ണ കിട്ടുന്ന വഴികൾ ഒന്ന് കൂട്ടി വെക്കാനാണ്. ഒന്നിൽ മാത്രം തൂങ്ങിക്കിടക്കുന്നത് അപകടമാണെന്ന് ഐസക്കിന് അറിയില്ലേ? ഐസക് പറയുന്നത് കേട്ടാൽ തോന്നും വെനസ്വേലയിൽ നിന്ന് എണ്ണ സൗജന്യമായി കിട്ടുന്നത് കൊണ്ടാണോ ഈ ദേഷ്യമെന്ന്. സത്യത്തിൽ ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള മാസ്റ്റർ സ്ട്രോക്കാണ്. ഇതിനെ കുറ്റം പറയാൻ ആ കമ്മ്യൂണിസ്റ്റ് കണ്ണട മാറ്റിവെച്ച് ചിന്തിക്കണം. $500 ബില്യൺ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു എന്നതാണ് അടുത്ത പരാതി. ഇതിനുള്ള പണം എവിടെ നിന്ന് ഐസക് ചോദിക്കുന്നു. ഐസക് സാറേ, ഇന്ത്യ കടമെടുത്ത് മുടിഞ്ഞ കേരളമല്ല. ഇന്ത്യയുടെ റിസർവ് കുതിച്ചുയരുകയാണ്. നമ്മൾ വാങ്ങുന്നത് ലേസ് പാക്കറ്റ് അല്ല, പകരം അത്യാധുനിക സാങ്കേതിക വിദ്യയും ഊർജവുമാണ്. ഇത് രാജ്യത്തിന്റെ അടുത്ത 50 വർഷത്തെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇത് കേട്ട് പണം എവിടെയെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ്? കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ലാതെ വരുമ്പോൾ നിങ്ങൾ മിണ്ടാറില്ലല്ലോ. അപ്പോൾ പണം എവിടെ എന്ന ചോദ്യം കാണുന്നില്ല. മോദി ചെയ്യുന്നത് രാജ്യത്തിന് വേണ്ടിയുള്ള നിക്ഷേപമാണ്. ഐസക് ചെയ്തതുപോലെ വരും തലമുറയെ കടക്കെണിയിലാക്കലല്ല. ഐസക്കിന്റെ വിമർശനം വെറും രാഷ്ട്രീയ വൈരാഗ്യം മാത്രമാണ്. കാരണം മോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാകുന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം കിഫ്ബി ബുദ്ധിജീവികളുടെ പറച്ചിൽ കേട്ട് ആരും പേടിക്കണ്ട. മോദിക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നന്നായി അറിയാം. ട്രംപുമായുള്ള ഈ കൂട്ടുകെട്ട് ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുക തന്നെ ചെയ്യും. ഇനി മറ്റൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിന്റെ ഖജനാവിൽ ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ വെളുപ്പിച്ചു വെച്ച ഒരു മഹാനാണിത്. സ്വന്തം വീട്ടിലെ അടുപ്പ് പുകയാൻ വഴിയില്ലാത്തവർ അയൽക്കാരന്റെ ബിസിനസിനെ കുറ്റം പറയുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. ഐസക് സാറേ, നിങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തോണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ വ്യാപാര കരാർ പഠിപ്പിക്കാൻ ഇറങ്ങുന്നത് കാണുമ്പോൾ ഒന്ന് ചോദിക്കാൻ തോന്നും. ഇതൊക്കെ കേൾക്കാൻ ജനങ്ങൾ മണ്ടന്മാരാണെന്നാണോ വിചാരം? ഒരിക്കലുമല്ല. അവർക്ക് നന്നായി അറിയാം കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരേ സമയം പുട്ടിന്റെ തോളിൽ കൈയിടാനും ട്രംപിനെ കെട്ടിപ്പിടിക്കാനും ലോകത്ത് ഒരേ ഒരു നേതാവിനെ കഴിയും. അത് നരേന്ദ്രമോദിയാണ്. വെനസ്വേലയിൽ എണ്ണ വാങ്ങാൻ പോകുന്നത് വഴി നമ്മുടെ സപ്ലൈ കൂടും. ഡിമാൻഡ് ഒന്നു തന്നെയാകുമ്പോൾ സപ്ലൈ കൂടുമ്പോൾ വില കുറയുകയാണ് വേണ്ടത്. ഇത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ബാലപാഠമാണ്. പക്ഷെ ഐസക് സാറിന് അത് എങ്ങനെയാവും വിലക്കയറ്റമായി തോന്നുന്നത്? ഒരു പക്ഷേ കേരളത്തിലെ നികുതി കൂട്ടി ശീലിച്ചത് കൊണ്ടാവാം എല്ലാത്തിനും വിലക്കയറ്റം മാത്രം അദ്ദേഹം കാണുന്നത്. സത്യത്തിൽ ഐസക്കിന് പേടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ കിട്ടുമോ എന്നല്ല, മറിച്ച് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്ക പിടിച്ചടക്കുമോ എന്നാണ്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ ഒരു വലിയ വിപണിയാണ്.
അവിടെ ലോകത്തെ ഏറ്റവും വലിയ കമ്പനികൾ മത്സരിക്കാൻ വരുമ്പോൾ ഗുണമുണ്ടാകുന്നത് ആർക്കാണ്? ഇവിടുത്തെ സാധാരണക്കാർക്കാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ മത്സരം എന്ന വാക്കിന് സ്ഥാനമില്ലല്ലോ. എല്ലാം സർക്കാർ തീരുമാനിക്കണം, എല്ലാം സർക്കാർ വിൽക്കണം എന്നാണല്ലോ അവരുടെ ഒരു ലൈൻ. കടം വാങ്ങി മുടിഞ്ഞ ഒരു സംസ്ഥാനം. KSRTC ശമ്പളം കൊടുക്കാൻ പണമില്ല, പെൻഷൻ കൊടുക്കാൻ പണമില്ല. അവസാനം കിഫ്ബി എന്നൊരു സാധനം ഉണ്ടാക്കി വരും. തലമുറയുടെ തലയിൽ വലിയൊരു കടബാധ്യത വെച്ച് കിട്ടി മുങ്ങിയ ആളാണ് ഈ ഐസക്. സ്വന്തം വീട് ഭരിക്കാൻ അറിയാത്തവർ നാട്ടുകാരെ ഉപദേശിക്കാൻ ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാവും? അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത്. 140 കോടി ജനങ്ങളെ നയിക്കുന്ന മോദിയെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കാൻ ഐസക് വരുന്നതിലും വലിയ തമാശ വേറെയില്ല. ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഓരോ മാസവും കേന്ദ്രത്തിന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേടിലേക്ക് കേരളത്തെ എത്തിച്ചത് നിങ്ങളുടെ കിഫ്ബി സാമ്പത്തിക ശാസ്ത്രമല്ലേ? ട്രഷറി പൂട്ടിച്ചും വരും തലമുറയെ കടക്കെണിയിലാക്കിയും നിങ്ങൾ ഉണ്ടാക്കിയ ആ സാമ്പത്തിക മാതൃക കണ്ട് ലോകം ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വ്യാപാര കരാറുകളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നത്. ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയത് നരേന്ദ്രമോദിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് മൈ ഫ്രണ്ട് മോദി എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുള്ള ഭാരതത്തോടുള്ള ബഹുമാനമാണ്. താരിഫ് കുറയ്ക്കുന്നതും ഊർജം വാങ്ങുന്നതും ഇന്ത്യയുടെ അടുത്ത 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ മാർക്സിസ്റ്റ് പുസ്തകങ്ങളിലെ പഴയ സിദ്ധാന്തങ്ങൾ മാത്രം വായിച്ചാൽ പോരാ, മാറുന്ന ലോകത്തെയും മോദിയുടെ നയതന്ത്രത്തെയും പഠിക്കണം. റഷ്യയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനാണ്. ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ഏറ്റവും ലാഭകരമായ രീതിയിൽ ഇന്ധനം എത്തിക്കാൻ മോദിക്ക് നന്നായി അറിയാം. ഇതിനെ കൊളോണിയൽ ചൂഷണം എന്ന് വിളിക്കുന്നത് ഐസക്കിന്റെ രാഷ്ട്രീയ വൈരാഗ്യം മാത്രമാണ്. അമേരിക്കൻ സാങ്കേതിക വിദ്യ ഇന്ത്യയിലെ കൃഷിയിടങ്ങളിലും വ്യവസായങ്ങളിലും എത്തുമ്പോൾ അത് ഇന്ത്യയുടെ കുതിപ്പാണ്. അവസാനമായി തോമസ് ഐസക് സാറിനോട് ഒരു വാക്ക്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും അന്താരാഷ്ട്ര കരാറുകളെ കുറിച്ചും ഓർത്ത് നിങ്ങൾ അനാവശ്യമായി രക്തസമ്മർദ്ദം കൂട്ടേണ്ടതില്ല. ഭാരതം ഇന്ന് ലോകം ബഹുമാനിക്കുന്ന സുരക്ഷിതമായ കൈകളിലാണ്. അത് നരേന്ദ്രമോദിയുടെ കൈകളാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ധനമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. സ്വന്തം സംസ്ഥാനത്തെ കടക്കെണിയിലാക്കി ട്രഷറി പൂട്ടിച്ച പാരമ്പര്യമുള്ള നിങ്ങൾ 140 കോടി ജനങ്ങളെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ശ്രമിക്കുന്ന മോദിയെ ഉപദേശിക്കുന്നത് കാണുമ്പോൾ അല്പം ലജ്ജ തോന്നേണ്ടതാണ്. അമേരിക്കയുമായി എന്തിടപാട് നടത്തണം, റഷ്യയുമായി എങ്ങനെ ബന്ധം തുടരണം എന്നൊക്കെ തീരുമാനിക്കാൻ മോദിക്ക് നന്നായി അറിയാം. ഐസക് സാറിനെ പോലെയുള്ളവർ പഴയ കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളിലെ സിദ്ധാന്തങ്ങൾ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷേ അവർ ഒരു കാര്യം മറന്നു പോകുന്നു. ഇത് 1970കളിലെ ഭാരതമല്ല, ഇത് പുതിയ നവഭാരതമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.